എന്റെ അമ്മ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയോ? ഗബ്രിയേൽ സാർ ആ സ്ഥലം കണ്ടെത്തി. ഗബ്രിയേൽ സാർ ആ സ്ഥലം കണ്ടെത്തി നമ്മളെ അറിയിക്കാൻ ഏറ്റിരുന്നതല്ലേ? അങ്ങനെ നമ്മൾ കാത്തിരുന്ന സംഗതി എത്തി. അത് എന്റെ അമ്മ തന്നെ ആയിരിക്കോ? അമ്മ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയപ്പോ നീ എന്തിനാ സംശയിക്കുന്നേ? എന്തോ എനിക്കൊരു സംശയം പോലെ. ആരവ്, നീ നിന്റെ അമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്ന വിവരങ്ങൾ അനുസരിച്ചാ ഞങ്ങൾ ഗബ്രിയേൽ സാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. നീ ഞങ്ങൾക്ക് തന്ന വിവരങ്ങളെല്ലാം സത്യമാണെങ്കിൽ ഗബ്രിയേൽ സാർ കണ്ടെത്തിയ സ്ഥലത്തുള്ളത് നിന്റെ അമ്മ തന്നെ ആയിരിക്കും. അക്കാര്യത്തില് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇക്കാര്യത്തില് ഞങ്ങൾക്കില്ലാത്ത സംശയം നിനക്കെന്തിനാ? കിരണേ, ഏതാ സ്ഥലം? ഗബ്രിയേൽ സാറ് ആ സ്ഥലത്തിന്റെ കൃത്യമായൊരു ലൊക്കേഷൻ മാപ്പ് തന്നിട്ടുണ്ട്. കാണിച്ചേ. നോക്കട്ടെ. ഇത് ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അകലെയാണല്ലോ. 40 കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര വലിയ ദൂരമൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഞാനേ ഇവനെ കൊണ്ട് അമ്പലത്തിൽ പോയി ഇവന്റെ അമ്മയ്ക്ക് വേണ്ടി പൂജ നടത്തിയത് വെറുതെ ആയില്ല. ആ പൂജയ്ക്ക് ഫലം ഉണ്ടായി. നമുക്ക് ഇവനെ കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറപ്പെടാം. ഇപ്പൊ പുറപ്പെടാനോ? ഇപ്പൊ തന്നെ പുറപ്പെടാം. നീ നിന്റെ അമ്മയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം കൺകുളിർക്കെ കാണാൻ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ആഗ്രഹമുണ്ട്. നിന്നെ നിന്റെ അമ്മയുടെ കയ്യില് ഭദ്രമായിട്ട് ഏൽപ്പിക്കുമ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവും. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, പഴയ സന്തോഷം ഉണ്ടാവോ? നീ കൂടെ ഇല്ലാതാവുമ്പോ സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവും. എന്നാലും ആ വിഷമത്തിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കത് മതി. നീ നിന്റെ അമ്മയുടെ അടുത്താണെന്നറിഞ്ഞ് ഞങ്ങൾക്ക് സമാധാനപ്പെടാലോ. ഇവനെയും കൊണ്ട് ഇപ്പൊ തന്നെ പുറപ്പെട്ട ഇവനെ ഇവന്റെ അമ്മയെ ഏൽപ്പിച്ച് സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമുക്ക് മടങ്ങിയെത്താൻ പറ്റും. എല്ലാരും പോവാൻ റെഡിയാവ്. ആരവേ, നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പോവാനൊരുങ്ങ. എന്താണ് നീ പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? എന്താ ആരോ, നിനക്ക് നിന്റെ അമ്മയെ കാണണ്ടേ? അങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോ നിനക്കെന്താ സന്തോഷമില്ലാത്തെ? നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഇവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോകുന്നത്. അതാണ് ഇവന് വിശ്വാസം വരാത്ത പോലെ നിൽക്കുന്നത്. അയ്യോടാ, അതല്ല, അമ്മയെ കാണാൻ ആ സ്ഥലത്തേക്ക് ഞാനിപ്പോ വരുന്നില്ല. അതെന്താ നീ പെട്ടെന്ന് തീരുമാനം മാറ്റിയത്? ഞാൻ തീരുമാനം മാറ്റിയില്ലല്ലോ. ഞാൻ നിങ്ങൾക്കൊപ്പം വരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ തീരുമാനം മാറ്റുന്നത്? ആരവ്, നിനക്കിത് എന്തു പറ്റി? നിന്റെ അമ്മയെ കാണാൻ പോകുന്നതിന്റെ സന്തോഷം ഞങ്ങൾക്കില്ല. ഞങ്ങളെക്കാളും സന്തോഷിക്കേണ്ടത് നീയല്ലേ? അമ്മയെ കാണാൻ ഞങ്ങളെക്കാളും മുൻപേ തയ്യാറാവേണ്ടത് നീയാ. നീ ഇത്രയും കാലം അന്വേഷിച്ചിരുന്ന അമ്മ ഒരിടത്തുണ്ടെന്ന് വിവരം കിട്ടിയപ്പോ കാണാൻ വരുന്നില്ലെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അതിനെനിക്ക് വ്യക്തമായ കാരണമുണ്ട്. ആ സ്ഥലത്ത് എന്റെ അമ്മ ഉണ്ടെന്നറിഞ്ഞ പോലീസോ രുദ്രന്റെ ആളുകളോ അവിടെ വന്ന് രഹസ്യമായിട്ട് നിൽക്കുന്നുണ്ടാവും. അമ്മയെ കാണാൻ ഞാൻ അവിടെ ചെല്ലുമെന്ന് അവർക്കറിയാം. അവര് വിരിച്ചിരിക്കുന്ന വലയിലേക്ക് ഞാൻ എന്തിനാ ചെന്ന് ചാടി കൊടുക്കുന്നത്? ആ സ്ഥലത്തേക്ക് നിങ്ങൾക്കൊപ്പം ഞാൻ വരുന്നത് നിങ്ങൾക്കും പ്രശ്നമാണ്. നിങ്ങളും കുടുങ്ങും. അതൊരു പ്രശ്നമാണല്ലോ. അങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് കരുതി നിനക്ക് നിന്റെ അമ്മയെ കാണണ്ടേ? കാണണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. ആദ്യം നിങ്ങൾ അവിടെ ചെന്ന് അവരെന്റെ അമ്മയാണെന്ന് ഉറപ്പാക്ക്. അത് എന്റെ അമ്മ തന്നെയാണെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. എന്റെ അമ്മയെ കാണും. അപ്പോ നീ വരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾക്കൊപ്പം ഞാൻ വരുന്നത് അപകടം. ഞാൻ തനിച്ചാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ കൊണ്ട് കുഴിച്ചടിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ പോയിട്ട് വാ. അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ ഞാനിവിടെ കാത്തിരിക്കാം. ആരോ വരില്ല. ഇനി എന്ത് ചെയ്യും? അവയില്ലാതെ നമ്മൾ യാത്ര പോണം. അവന്റെ അമ്മയെ കണ്ടെത്തി സേഫ് ആക്കണം. അതെ, അവന് വേണ്ടി നമുക്ക് പോവാം. യാത്രയൊന്നും മാറ്റി വെക്കുന്നില്ല. നമുക്ക് പോയിട്ട് വരാം.